പറഞ്ഞല്ല, സാക്ഷാൽ സതീ പരമേശ്വരി ഭഗവാനെ സതീ പരമേശ്വരി പറഞ്ഞതിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞതാണ്. ഈ ദക്ഷയാഗത്തിൽ കൈലാസത്തില് ക്ഷണം കിട്ടിയില്ല. ലോകത്തെല്ലായിടത്തും എല്ലാവരും പോണുണ്ട്, ഇവിടുന്ന് മാത്രം ആരെയും വിളിച്ചിട്ടില്ല. ഇപ്പോ സതീ പരമേശ്വരി പറഞ്ഞു, ഭഗവാനെ സ്വന്തം വീട്ടിൽ, ജനിച്ച വീട്ടിൽ, ഗുരുവിന്റെ വീട്ടിൽ, ബന്ധുവിന്റെ വീട്ടിൽ, സുഹൃത്തിന്റെ വീട്ടിലൊക്കെ പോകുന്നതിന് അവിടെ നിന്ന് ആരെങ്കിലും ക്ഷണിക്കണോ? ഭഗവാൻ പറഞ്ഞു, സതീ ക്ഷണിക്കണ്ട, പോകാം. പ്രശ്നമുള്ളത് അവിടെയുള്ളവർ നമ്മളോട് സ്നേഹം, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മനഃപൂർവ്വം വിളിക്കാതെ ഇരുന്ന് അവിടെ കയറി ചെന്നാൽ എന്ത് പറയും? കണ്ടാൽ ചിരിക്കും കേട്ടോ, കുഴപ്പമൊന്നും നല്ലൊരു ചിരിയൊക്കെ പാസ്സാക്കും. ഉള്ളിൽ പറയും വന്നിരിക്കുക, വിളിച്ചില്ലെങ്കിൽ എന്താ കയറി വന്നിരിക്കുക ഉള്ളിൽ പറയും. പക്ഷെ ഇവിടെ ഒരാളെ വിളിച്ചു, വേറെ ആരും വിളിച്ചില്ലെങ്കിൽ ആരും വിളിച്ചു, ഉണ്ണി വിളിച്ചു. അപ്പൊ കൃഷ്ണൻ അവിടെ ചെന്നപ്പോ രുക്മിയും സഹോദരന്മാരൊന്നും വന്നില്ല. പിന്നെ ആരാ വന്നെന്ന് വെച്ചാൽ സാക്ഷാൽ ഭീഷ്മകൻ വന്ന് സ്വീകരിച്ചു. ബുദ്ധി തെളിഞ്ഞു. ഒരു പ്രശ്നമുള്ളത് കല്യാണം കഴിക്കാൻ കല്യാണ ചെറുക്കനായിട്ട് നിശ്ചയിച്ച ആളാരാ? ശിശുപാലൻ. ശിശുപാലന്റെ ഒരു സുഹൃത്തുണ്ട് ജരാസന്ധൻ, ഇവരെല്ലാം ഒരു ഗ്രൂപ്പാ. കൃഷ്ണൻ വന്നെന്നറിഞ്ഞപ്പോ ജരാസന്ധന്റെ അടുത്ത് ശിശുപാലൻ പറഞ്ഞു, മാമ എന്താണ്? മാമ അവൻ വന്നിട്ടുണ്ട്. അതിനെന്താ മാമ? അവനെ വന്നത് രുക്മിണിയെ കല്യാണം കഴിക്കാൻ ആയിരിക്കുമോ? നീ എന്തിനാ പേടിക്കണം? ഞാനില്ലേ എനിക്കറിയാവോ, ഞാനേ 17 തവണ യുദ്ധം ചെയ്തു. 18ാമത്തെ തവണ എന്നെ പേടിച്ചിട്ടാണ് അവൻ അവിടെ പോയത്. ദ്വാരകയിൽ പോയത് നിനക്കറിയാം, എന്റെ ബലമൊക്കെ നിനക്കറിയാം. ധൈര്യമായിട്ടിരിക്കും, ഞാൻ നിന്റെ കൂടല്ലേ ആശ്വസിപ്പിച്ചു. എങ്കിലും എല്ലാ ദിവസവും അടുത്ത ദിവസം രാവിലെ കല്യാണത്തിന് നമ്മൾ ഒരുക്കുന്നതിന് മുമ്പ് മേക്കപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചു, രുക്മിണിയെ കൊണ്ടുപോകും അമ്മ, ധൈര്യമായിട്ടിരിക്കണോ, ഞാനില്ലേ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ, കല്യാണ ദിവസമായിരിക്കുന്ന രാവിലെ രുക്മിണി ദേവി വളരെ നന്നായി അലങ്കരിച്ചു. കല്യാണ ദിവസം നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ നന്നായി ഒരുങ്ങാറുണ്ട്. കല്യാണ ദിവസം ഒത്തിരി പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ അന്ന് മുടിയില്ലാത്തവർക്കെല്ലാം മുടി ഉണ്ടാകുന്നു, മുഖത്ത് ഗട്ടർ ഉള്ളവർക്ക് ഗട്ടറൊക്കെ അടയും. പ്രശ്നം എന്ന് വെച്ചാൽ കല്യാണത്തിന്റെ അന്ന് പെൺകുട്ടിയുടെ ശരീരഭാരം 44 കിലോഗ്രാം ആണെങ്കിൽ ഉടുക്കുന്ന സാരിക്ക് 338 കിലോഗ്രാം. ജീവിതത്തിൽ പിന്നെ ഉടുത്തിട്ടില്ല, കാരണം അതോടുകൂടി കൊണ്ട് അലമാരി ഒരുങ്ങുന്നത് മോശമൊന്നുമില്ല. ഒരുക്കം മോശമെന്നല്ല, പണ്ട് ഇങ്ങനെ ഒരുങ്ങിയ ഒരാളുണ്ടേ, ആരാന്നറിയാമോ? സാക്ഷാൽ മഹാദേവൻ. പാർവതി ദേവി വിവാഹം കഴിക്കുന്ന സമയത്ത് മഹാദേവൻ എന്ത് ചെയ്തു? തന്റെ സുപ്രസിദ്ധമായ സ്വരൂപത്തെ ഒക്കെ മാറ്റി, ജടയൊക്കെ നിവർത്തി, നന്നായിട്ട് ഷാമ്പൂക്കെ തേച്ച് കഴുകി, ദേഹമാസകലം പീഴ്സ് ഒപ്പിട്ട് കുടിച്ചു, പട്ടുവസ്ത്രമൊക്കെ ധരിച്ച്, നല്ല കിരീടം, രത്നങ്ങളാൽ അലങ്കരിച്ച കിരീടമൊക്കെ ധരിച്ച്, രൂപത്തെ പറ്റി പറയേണ്ടത്, കണ്ടപ്പോ പാർവതിയുടെ അമ്മയായ മേനാദേവി ബോധം കിട്ടി താഴെ വിട്ടു. സൂരണത്തിൽ പറയുന്നത് പാർവതി രസകരമാണ് ആ രംഗം, ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പൊ ഈ പാർവതി മഹാദേവനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ മഹാദേവനെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഭഗവാൻ എന്തെന്നറിയാമോ? ഈ മേനാദേവിയുടെ മുമ്പിൽ ഒരു ഭ്രാന്തനായിട്ട് പ്രവേശിച്ചു. മേനാദേവി വിചാരിച്ചു, ഈ കോന്തനെയാണ് ആര് പ്രേമിക്കുന്നത്? എന്റെ മോള് പ്രേമിക്കുന്നത്. എത്ര ഇടി കൊടുത്തു പറയും മേനാദേവി പാർവതി, മുതുകത്തൊക്കെ. എന്നിട്ട് മേനാദേവി പറഞ്ഞു, നിന്നെ കൊന്നാലും ഞാൻ നിനക്ക് ആ ശിവന് കൊടുക്കത്തില്ല. അവസാനം കോംപ്രമൈസ് ചർച്ചയൊക്കെ നടന്ന അവസാനം വിഷ്ണുദേവ ഭഗവാനാണ് കോംപ്രമൈസ് ചർച്ചയ്ക്ക് വരണത്. ലാസ്റ്റിൽ
ഇങ്ങനൊന്നല്ല ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ശിവൻ എന്നൊക്കെ പറഞ്ഞ് ചർച്ചയ്ക്ക് പറയും. പാർവതീദേവി സ്വയംവര ദിവസം മഹാദേവൻ ഘോഷയാത്രയായിട്ട് വരിക. പാർവതീദേവി ഗൃഹത്തിന്റെ മുകൾ നിലയിൽ നിന്ന് മേനാദേവി അച്ഛൻ അമ്മയുണ്ട്, തോഴിമാരുണ്ട്. ദേവി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും. അപ്പോൾ ആദ്യം വന്നത് ദേവേന്ദ്രനാണ്. ഐരാവതത്തിൽ ദേവേന്ദ്രനെ ചൂണ്ടിക്കാണിച്ചിട്ട് മേനാദേവി പറഞ്ഞു, മോളെ എന്ത് സുന്ദരനാണ് ദേവേന്ദ്രൻ, ദേവന്മാരുടെ ഇന്ദ്രനല്ലേ അയാള്, നിനക്ക് അയാളെ കല്യാണം കഴിച്ചാൽ പോയി ആ കോന്തനെ നിനക്ക് വേണം. പാർവതി പറഞ്ഞു എനിക്ക് വേണം. ഉടനെ വരുണൻ വന്നു, അഗ്നി വന്നു, യമൻ വന്നു, ഒക്കെ ഓരോരുത്തർ വരുന്നു. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ഘോഷത്തോടുകൂടി വരും. വിഷ്ണു ഭഗവാൻ ഘോഷത്തോടെ വന്നപ്പോ മേനാദേവി ചോദിച്ചു, മോളെ ഓരോരുത്തരുടെ പിടിച്ച് ചോദിക്കണം. അപ്പൊ ദേവി പറയാം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. വിഷ്ണുവിനെ കണ്ടപ്പോ മേനാദേവി പറഞ്ഞു, എന്ത് സുന്ദരനായ വിഷ്ണു, കണ്ടില്ലേ, നിനക്ക് ആ അയാളെ കല്യാണം കഴിക്കുന്നതിന് പകരം വിഷ്ണുവിനെ കല്യാണം കഴിക്കും, ഇപ്പോഴും നിനക്ക് മാറാം, വിഷ്ണുവിനെ കല്യാണം കഴിച്ചാൽ പോരെ. പാർവതി പറഞ്ഞു എനിക്ക് വേണം. പിന്നീട് വരുന്നത് ആരാണ്? മഹാദേവനാണ്. രഥത്തിൽ സുന്ദരമായ ഭഗവാന്റെ ആ സ്വരൂപമുണ്ട്. രാജരാജേശ്വരൻ സ്വരൂപം. രാജരാജേശ്വരനായിട്ട് വരുന്ന ഭഗവാനെ, ദൂരെ നിന്ന് വരുന്ന രഥത്തിൽ വരുന്ന ഭഗവാനെ അമ്മയെ വിളിച്ചിട്ട് മേനകയോട് പറഞ്ഞു, അമ്മ ആ വരുന്ന ആളെ മതി എനിക്ക്. മേനാദേവി നോക്കിയപ്പോ അറിയാതെ രണ്ട് കൈകളും ശിരസിന്റെ മുകളിലേക്ക് കൂപ്പി മഹാദേവാന്ന് വിളിച്ചു ബോധം കിട്ടുന്നതാണ്. അത്രയ്ക്ക് തീവ്രസുന്ദരമായിരുന്നു. നന്നായിട്ട് ഒരുങ്ങി വന്നു. ഓരോ മോശമൊന്നല്ല, ആരും അല്പം പോലും ഒരിക്കലും കുഴപ്പമില്ല. അപ്പൊ എന്തേ അലങ്കരിച്ച് ഒരുങ്ങി രുക്മിണീദേവി ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോകണം. വിവാഹം എന്നുള്ളത് ഒരു സംസ്കാരം. വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ച്, രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച്, രണ്ട് വ്യത്യസ്തമായ സ്വഭാവവിശേഷവും രണ്ട് വ്യത്യസ്തമായ വീക്ഷണഗതികളുമുള്ള രണ്ടുപേർ തമ്മിലുള്ള കൂടിച്ചേരലാണ് വിവാഹം. അങ്ങനെയുള്ള ആ വിവാഹത്തിലെ വിവാഹം എന്ന സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം ആവശ്യമാണ്. ക്ഷേത്രദർശനം നടത്തി ഏത് ക്ഷേത്രത്തിൽ? പാർവതി ക്ഷേത്രത്തിൽ ഉമാ അംബിക. അവിടെ പോയി ദർശനം നടത്തി സമർപ്പണം നടത്തി. കാരണം വെറും കൈയോടുകൂടി ഈശ്വരാരാധനാ സന്നിധിയിലേക്ക് പോകരുന്ന ശാസ്ത്രം. തിക്തപാട് നോപകച്ചേത് രാജാനാം ദൈവം. സമർപ്പണമൊക്കെ നടത്തി പ്രാർത്ഥിച്ചു. നമസ്തേ നമസ്തേ അംബികേ ഭീഷ്മം സ്വസന്താനയുതാം ശിവാം ഭൂയാത് അധർമ്മേ മമ കൃഷ്ണസ്തനുമോദതാം. അമ്മയോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ നമസ്തേ ത്വാംബികേ ഭീഷ്മം സ്വസന്താനയുതാം ശിവാം. അമ്മ അവിടുന്ന് എങ്ങനെ ഇരിക്കുന്നു? സാക്ഷാൽ ശിവനോടുകൂടി സന്താനങ്ങളായ ഗണപതിയോടും സുബ്രഹ്മണ്യനോടുകൂടി ഇരിക്കുന്ന അവിടുന്ന് എന്റെ ഭർത്താവായിട്ട് ആര് വരാൻ അന്വേഷിക്കണം? ഇങ്ങനെയൊക്കെ സമർപ്പണമൊക്കെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പുറത്തു വന്നപ്പോഴെന്താ? അമ്പലത്തിന്റെ ഗ്രൗണ്ടില് മൊത്തം തിരക്കാണ്. എന്താ തിരക്ക്? രുക്മിണി ദേവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന രാജാക്കന്മാരെ എല്ലാം രുക്മിണി ദേവിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഒന്ന് കണ്ടാൽ മതി. അനേക സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി വന്നവരാണ്. ഇതെല്ലാം സ്വപ്നമാണ്. സ്വിറ്റ്സർലൻഡിൽ പോകണം, ഉള്ളൂര് പോകണം എന്നൊക്കെ പറഞ്ഞൊക്കെ സ്വപ്നമൊക്കെ കണ്ട് വന്നവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡൈവോഴ്സ് നോട്ടീസും കൊടുത്ത് വന്നവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല. ഈ തിരിച്ചിട്ട് നിരപ്പണല്ല. ഇങ്ങനെ വന്നവരെല്ലാം രുക്മിണിയൊന്ന് കണ്ടിട്ട് പോകാൻ തീരുമാനിച്ച് ആനപ്പുറത്തും കുതിരപ്പുറത്തും എനിക്ക് എന്തിനാ ഒന്ന് കാണാം. ദേവി അമ്പലത്തിന് വെളിയിലിറങ്ങി മൂടുപടം ഇങ്ങനെ ഉയർത്തി നോക്കി. ദേവിയുടെ കണ്ണുകൾ കടാക്ഷാമൃത ഭാവത്തോടു കൂടിയിരിക്കുന്ന സുന്ദരമായ കണ്ണുകൾ കൊണ്ട് ദേവി നോക്കിയത് ആരെയാ? മുമ്പിൽ കൃഷ്ണനെ, ഉള്ളിലുള്ള കൃഷ്ണനെ നോക്കുക. ദേവി ആദ്യം നോക്കിയത് ആനപ്പുറത്തിരുന്ന ഒരാളെയാ. അയാൾ നെഞ്ചത്തെറിച്ച് താഴെ വിളയുന്നു. കേരളത്തിൽ നിന്ന് കേരളം അടുത്ത സംസ്ഥാനത്ത് പാണ്ഡ്യൻ, ചോളൻ, ഇങ്ങനെ പല രാജാക്കന്മാരെല്ലാം ആനപ്പുറത്തുനിന്നും കുതിരപ്പുറത്തും ഒക്കെ താഴെ വീണു. അറ്റാക്കും
ബോധക്ഷയുണ്ടായി. ഇവരെല്ലാം ധാരണ തന്നെ നോക്കിയപ്പോ എന്റെ കൂടെ വരുമോന്നൊരു ഒന്നും ദേവിക്ക് ബാധകമല്ല, ദേവിയുടെ മുമ്പിൽ ഒരു രൂപയുള്ളൂ. അപ്പോഴാണ് ഭഗവാൻ രഥവുമായിട്ട് മുമ്പിൽ വന്നു, കൈ നീട്ടി, കൈ പിടിച്ചു, രഥത്തിൽ കയറ്റി ആഹ്വാനിച്ചു. ബോധമൊക്കെ പോയ ഒരു ബോധം വന്നപ്പോ എന്താ സംഭവിച്ചത്? ചുണ്ട് പറയാറുണ്ട്, മണ്ണും ചാരി പെണ്ണും ഞാനതിനെ വിളിച്ചില്ല, എങ്ങോട്ടാണ്. അപ്പൊ ഇതറിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഇവരെല്ലാം ബോധമൊക്കെ വന്ന് ചാടി എടുത്തിട്ട് ഊർജ്ജസ്വലരായി പുറകെ പോയി. എന്തിനാ? കൃഷ്ണനെ കൈകാര്യം ചെയ്തിട്ട് പെണ്ണിനെ തിരിച്ചു. ജരാസന്ധനൊന്നും പോയില്ല, ഇവിടെ സൈന്യത്തിൽ പുറകെ പോയി യുദ്ധം നടത്താൻ വേണ്ടി ചെന്നപ്പോഴെങ്ങനെ അത് വേഗത്തിൽ രഥമൊക്കെ ഓടിച്ചു പോകുമ്പോഴെന്താ കഴുത്തിനൊരു പിടുത്തം. നോക്കിയപ്പോ എന്താ കലപ്പ കൊണ്ട് വലിച്ച് താടിയിടുക, എന്നിട്ട് അടിയോ ഒലക്ക കൊണ്ട് അടിക്കുക. സാരടിയൊന്നും കേട്ടോ, 3.5 മാസം ഐസിയുവിൽ കിടന്ന രാജാക്കന്മാർ വരെ ഉണ്ട്. അത്രയ്ക്ക് അടി. കാരണം ബലരാമൻ അടികൊണ്ട് പലരും താഴെ വീണു. പാവം കല്യാണ ചെറുക്കന് ഒരുങ്ങിക്കൊണ്ടിട്ടുണ്ട്. അയാൾ ജരാസന്ധന്റെ മാമനോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ മാമൻ പോന്നില്ലേ. ജരാസന്ധൻ രസകരാണ്. നിനക്കെന്താ രുക്മിണി അല്ലെങ്കിൽ വേറൊരു പെണ്ണ്, നേരത്തെ അങ്ങനല്ല പറഞ്ഞു, രുക്മിണി അല്ലെങ്കിൽ വേറൊരു പെണ്ണിന്റെ കല്യാണം കളയുന്നത് ചെയ്യാൻ. അപ്പൊ എല്ലാരും കൈകൊണ്ട് അടികൊണ്ട് രാജാക്കന്മാർ ഓടുന്നു. ഒരു ഭാഗത്ത് കൃഷ്ണൻ രുക്മിണിയായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴാണ് രുക്മിണിയുടെ മൂത്ത സഹോദരൻ രുക്മി എന്ന് പറയുന്നത് ആരെന്നറിയാമോ? നമ്മുടെ നാക്കാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഇന്ദ്രിയങ്ങൾ. പണ്ട് എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ ഇന്നൊന്നു ചൊല്ലൂ നാരായണന്റെ നാക്ക് കിട്ടിയിട്ടില്ല. ഒരിക്കലേ ഈ പല്ലുകളെല്ലാം കൂടി നാക്കിനോട് പറഞ്ഞു, മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കടിച്ചു മുറിക്കും. നാക്ക് ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം പരിശ്രമിക്കണ്ട കേട്ടോ, ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങളെ തല്ലി താഴെയിടും. ഒരു വാക്ക് പറഞ്ഞാൽ അവർ അടി കൊടുത്ത തല്ലി താഴെയിടില്ല. ഈ നാക്കാണ് രുക്മി. കാരണം ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഇന്ദ്രിയം നാക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി പാഴാക്കുന്നത് അനാവശ്യ സംസാരം. പഴമക്കാർ പറയാറുള്ളത് മൗനം വിദ്വാനുഭൂഷണം, മിണ്ടാതിരിക്കണം. ഒക്കെ വേണം, ഒന്നും വേണ്ടതല്ല, ശരിക്കും എല്ലാവരും തമാശ വേണ്ടതില്ല. ഇപ്പൊ രുക്മി വണ്ടിയിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് കൃഷ്ണനെ കൊന്നിട്ടേ ഇങ്ങോട്ട് കയറുള്ളൂ. അപ്പോഴേ പലരും പറഞ്ഞു, മിക്കവാറും കയറേണ്ടി വരില്ല. ഒരു ഭാഗത്ത് ഭഗവാൻ ഇങ്ങനെ രുക്മിണിയെ കൊണ്ട് പോവാ, രുക്മി പുറകെ ഇങ്ങനെ രഥത്തിൽ പോ എന്ത് ചെയ്തു? രഥം നിർത്തി. രുക്മി പുറകെ വന്ന് രഥം നിർത്തി ഇറങ്ങിയപ്പോ പറഞ്ഞു, ആണ് എന്റെ പഴയ സ്വഭാവം ഇവര് മാറ്റിയിട്ടില്ല. എന്താ മോഷണം? എടാ നീ ആ അമ്പാടി ഇരുന്ന സമയത്ത് തന്നെ മോഷണം തുടങ്ങിയതാ, ഇത്രയൊക്കെ പ്രായമായില്ല. ഇപ്പോഴും ആർക്കോ നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണിനെ മുട്ടിച്ചുകൊണ്ട് ഏർപ്പാട് ശരിയാണ്. മര്യാദക്ക് എന്നെ പെങ്ങളെ തന്നിട്ട് കൃഷ്ണൻ ചിരിച്ചോണ്ട് എന്നറിയാമോ? ഇയാൾ എപ്പോഴും രഥത്തിൽ കെട്ടിയിട്ട് മീശയും കേശവും കൂടെ പകുതി പഠിച്ചിടണം. രുക്മിണി ദേവി കയറി കാലിൽ പിടിച്ചു, എന്റെ ഭഗവാനെ, എന്നെ സ്വീകരിക്കുന്ന ഈ അവസരത്തിൽ എന്റെ സഹോദരനെ കൊല്ലരുതേ. ഭഗവാൻ കൊന്നില്ല. അപ്പോഴാണ് ബലഭദ്രസ്വാമി രാജാക്കന്മാർക്കെല്ലാം ആവശ്യത്തിന് കൊടുത്തത്. ബലഭദ്രസ്വാമി കൊടുത്തിട്ട് വന്നപ്പോ എന്താ? കൃഷ്ണൻ കൈ കെടുത്തില്ല. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണൻ, എനിക്കതിൽ യാതൊരു പങ്കാളിത്തമില്ല, ഞാനും ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മള് പറഞ്ഞില്ലേ, അയൽക്കുടം തല്ലി ഉടച്ച് പൂച്ചയുടെ മുഖത്ത് എന്ത് ചെയ്തു? പെണ്ണെ തേച്ച് വെടിപ്പിച്ചിട്ട് കൈ കെട്ടില്ല. ഞാനല്ലോ ആ പൂച്ച. ബലരാമസ്വാമി വന്ന് ചോദിച്ചു, കണ്ണാ എന്താ ചേട്ടാ
ഇതാരാ തന്റെ? അത് രുക്മിണിയുടെ ആങ്ങളെ. രുക്മിണിയുടെ ആങ്ങളെ തന്റെ ബന്ധുവില്ലേ. എന്നിട്ട് ഇയാളെ ഈ ബന്ധുക്കളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ച് അവർക്ക് തന്നോട് വിരോധം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്തെന്നറിയാമോ? കെട്ടടി പിടിച്ചു, ഒലിപ്പിച്ചു. അപ്പോഴേ ഭഗവാൻ തീരുമാനിച്ചറിയാമോ? ശരിയാക്കി തരാം. നാളുകൾക്ക് ശേഷം ഈ രുക്മിയെ തല്ലിക്കൊല്ലുന്ന ആരാന്നറിയാമോ? ഈ ബലരാമനാ. ബലരാമന്റെ കൈകൊണ്ട് രുക്മി മരിക്കണം. എന്നിട്ട് അരകിലേക്ക് പോകുന്നതിന് മുമ്പ് രുക്മിണിയോട് ബലരാമൻ പറഞ്ഞു ഹ്രസ്വമായ ഒരു സന്ദേശം. എന്താ പറയുന്നറിയാമോ? നീ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഇത്രയും കാലം എവിടെ ജീവിച്ചത്? അച്ഛൻ്റെ അല്ലെങ്കിൽ സ്വതന്ത്രമായിരുന്നു. നീ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. എന്നറിയാമോ? ജീവിതത്തിൽ സുഖം മാത്രമല്ല ഉള്ളത്, ദുഃഖവും. നമ്മളൊന്ന് ഓർത്തിരുന്നാൽ നമ്മുടെ രക്ഷപ്പെടും. രുക്മിണിക്ക് മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ സുഖം മാത്രമല്ല ഉള്ളത്, ദുഃഖവും ഉണ്ടാകും. അപ്പൊ എന്ത് വേണം? സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ഏത് അനുഭവം വന്നാലും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടും വിവാഹം കഴിഞ്ഞു മുക്തവുമായ മുഹൂർത്തത്തിൽ പാണിഗ്രഹണം ചെയ്തു. വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് പാണിഗ്രഹണം.